ഇരിക്കുന്ന ആളുകൾ കോട്ടക്കൽ പറപ്പൂരിൽ സബീറുൽ ഹിദായ എന്ന പേരിൽ ഒരു സ്ഥാപനമുണ്ട്. അത് ദാറുൽ ഹുദയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. അവിടുന്നുള്ള ഒരു ഹുദവികളായിട്ട് രംഗത്ത് വരാം. അവിടെ നിന്ന് തഫ്സീർ ഗ്രന്ഥങ്ങളെ കുറിച്ചും തഫ്സീറിനെ കുറിച്ചും മാത്രം പഠിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വാർഷിക പതിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഈ വാർഷിക പതിപ്പ് ഘനമുള്ളൊരു വാർഷിക പതിപ്പാണ്. ഈ വാർഷിക പതിപ്പിന്റെ അകത്ത് വളരെ പ്രധാനമായ ഒരു ലേഖനം എന്താണ് എന്നറിയോ? ഇന്ന് നിലവിലുള്ള പൗരാണികവും പുതുതുമായ എല്ലാ തഫ്സീറുകളിലും ഇസ്രായേലിയാത്തുകളും കെട്ടുകഥകളും ധാരാളം ഉള്ളടങ്ങിയിട്ടുണ്ട്. കെട്ടുകഥകൾ തന്നെ, അടിസ്ഥാനരഹിതമായ കെട്ടുകഥകൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും കെട്ടിയുണ്ടാക്കിയ കഥകൾ എന്ന അർത്ഥത്തിലാണ് അവർ കുറിക്കുന്നത്. ആ കെട്ടുകഥകൾ ഉള്ളടങ്ങിയിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഉള്ളടങ്ങിയിട്ടുള്ളത് മഅ്സൂർ കൊണ്ടുള്ള തഫ്സീറിലാണ്. എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും സ്വഹാബത്തിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും ഒക്കെ ഉദ്ധരിച്ച് കിട്ടിയത് കൊണ്ട് മാത്രം ഖുർആനെ തഫ്സീർ ചെയ്യുന്ന, അതാണല്ലോ ഖുർആന്റെ തഫ്സീറിന്റെ ഏറ്റവും മഹത്തായ വഴി. ആ തഫ്സീറിലാണ് ഇത്തരം കെട്ടുകഥകൾ ധാരാളമായി ഉള്ളടങ്ങിയിട്ടുള്ളത്. അത് നമ്മുടെ പണ്ഡിത സമൂഹം തിരിച്ചറിഞ്ഞിട്ടില്ല. ആ തഫ്സീറുകൾ ദഹിച്ച പണ്ഡിതന്മാരും തിരിച്ചറിഞ്ഞില്ല. അവയെ തിരിച്ചറിയാതെ തഫ്സീറുകളിലൊക്കെ എഴുതി നിറച്ചിരിക്കുന്നു. അത് തിരിച്ചറിവില്ലാതെ പണ്ഡിതന്മാർ ഓതിക്കൊടുക്കുന്നു, വായിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജലാലൈനി എന്ന തഫ്സീറാണെങ്കിലോ തഫ്സീറും ബിർറഈ ആണത്രേ. അതായത് തഫ്സീറും ബിൽ മഅ്സൂർ അല്ല. തഫ്സീറും ബിർറഈ എന്നൊക്കെ എന്താണെന്ന് മനസ്സിലാക്കണേ. മൻ ഫസ്സറൽ ഖുർആന ബിർറഈഹി ഫല്യതബവ്വഅ മഖ്അദഹു മിനന്നാർ. സ്വന്തം അഭിഷ്ടപ്രകാരം സ്വന്തം തീരുമാനവും നിശ്ചയവും അനുസരിച്ചുകൊണ്ട് ഒരാൾ ഖുർആനെ തഫ്സീർ ചെയ്താൽ ആ തഫ്സീർ ചെയ്യുന്നവൻ നരകത്തിൽ ഒരു സീറ്റവൻ ഉറപ്പാകുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പ്രഖ്യാപിച്ച ആ തഫ്സീറും ബിർറഈ ചെയ്തവരാണ് ജലാലുദ്ദീനിൽ മഹല്ലി, ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുമാ എന്നീ രണ്ട് മഹാത്മാക്കളും എഴുതുന്നത് ആരാണ്? ഉത്തരേ സമസ്തയുടെ ഔദ്യോഗിക സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഹുദവികളാണ്. സ്ഥാപനത്തിന്റെ പേരിൽ തഫ്സീറിനെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങളിലാണ്. നാളെ ഇവരല്ലേ സമസ്തയുടെ മുശാവറാംഗങ്ങളാകാൻ വരുന്നത്? നാളെ ഇവരല്ലേ മഹല്ലിലേക്ക് വേണ്ടി ഉപദേശസമിതി അംഗങ്ങളായി സമസ്ത നിർദ്ദേശിക്കുന്നത്? നാളെ ഇവരല്ലേ സമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായി വരാനിരിക്കുന്നവർ? ഇവരുടെ ആശയാനുസരിച്ച് മാത്രം വേണ്ടേ നാടു നീങ്ങാൻ? അതനുസരിച്ച് ജീവിക്കുന്നവർ വേണ്ടേ ഭരണസമിതിയിൽ വരാൻ? അതനുസരിച്ച് നീങ്ങാൻ തയ്യാറുള്ളവർക്കല്ലേ മഹല്ല് അംഗത്വം കിട്ടൂ? ഇவ்விധം നാട്ടിലുള്ള സേവനോദ്യോഗസ്ഥന്മാരും ഭരണകൂടവും ഭരണസമിതികളും ജനറൽ ബോഡി അംഗങ്ങളും സാധാരണ പൗരന്മാരും വരെ ഇതേ സമസ്തയുടെ ആശയാദംശമനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മാത്രമേ അവർക്ക് മഹല്ലിൽ സ്ഥാനമുള്ളൂ എന്ന് ഭരണഘടന ഉറപ്പിച്ചാൽ, കൂട്ടുകാരെ, ഒരു 10-15 അല്ലെങ്കിൽ ഒരു 10-40 വർഷം വരുമ്പോ ഈ കൂട്ടര് വരുന്ന കാലത്ത് നമ്മൾ എന്താകും? ഇപ്പൊ എന്റെ കുട്ടിയൊക്കെ ഒരു 10-25-30 വയസ്സിന്റെ ചോടുണ്ടാവും. ഇനി നാളെ ഒരു 10-60 വയസ്സാകുമ്പോ ഒരു വലിയ ശൈഖുമാരല്ലേ? ഈ ശൈഖുമാരല്ലേ സമസ്തന്റെ മുസ്താവറിൽ വരിക? അവർ പാസാക്കുന്ന തീരുമാനം എന്തായിരിക്കും? ജലാലയിൽ പഠിച്ചാൽ എന്താ ഇതിന് ആധാരമായ ഒരു ഉദാഹരണം കാണിക്കുന്നതെന്നറിയോ? ഹാറൂത്ത് മാറൂത്ത് സംഭവം. وما أنزل على الملكين ببابل هاروت وماروت وما يعلمان حتى يقولا إنما نحن فتنة എന്നൊക്കെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള 2 മലക്കുകളുടെ മേൽ ഇറക്കപ്പെട്ടതെന്ന് സിഹ്റിനെ പറ്റി പറയുന്നു. ആ 2 മലക്കുകൾ ഈ സിഹ്ർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ഒരു പ്രത്യേക സ്ഥലത്ത് ബാബില എന്ന് ഖുർആൻ പറയുന്ന ആ ബാബിലിൽ 2 മലകൾക്കിടയിലുള്ള ഒരു കുഴിയിൽ കീഴ്മേൽ മറിക്കപ്പെട്ട രീതിയിൽ കിടക്കുന്ന ഇവരാണ് സിഹ്ർ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നും, സിഹ്ർ പഠിക്കാൻ ചെല്ലുന്നവരോട് ഞങ്ങൾ ഫിത്നയാണ്, പരീക്ഷണാർത്ഥം വന്നതാണ്, ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന, ഇണകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന സിഹ്ർ പഠിക്കണ്ട എന്ന് ഗുണദോഷിച്ച ശേഷം മാത്രമേ നിർബന്ധത്തിന്റെ പേരിൽ അവർ പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ എന്നും ഖുർആൻ പറയുന്നു. ആ മലക്കുകളിൽ നിന്ന് ഖുർആൻ പറഞ്ഞ ഹാറൂത്തും മാറൂത്തും മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചത്
അവിടത്തെ പ്രിയ ശിഷ്യൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളവர்கள் നേരിട്ട് കേട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നാഫിഇ എന്ന തന്റെ മൗലയിലൂടെ രംഗത്ത് വന്ന ഒരു ഹദീസ് ഇമാം അഹ്മദ് എന്നവർ തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയതും ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി ഇതിന്റെ സനദ് ഹസനാണെന്ന് രേഖപ്പെടുത്തിയതുമായ ഹദീസാണ്. പിൽക്കാലത്ത് അനേകം മഹാത്മാക്കൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയം ജലാലയിൽ ഉണ്ടായത് കൊണ്ടാണ്. ഇത് ഇബ്നു ജരീറിനെ ത്വബരി നിവേദനം ചെയ്തത് കൊണ്ടാണ്, ഇബ്നു കസീർ നിവേദനം ചെയ്തത് കൊണ്ടാണ്, അനേകം മുഫസ്സിറുകൾ നിവേദനം ചെയ്തത് കൊണ്ടാണ് കെട്ടുകഥകളാണ് തഫ്സീർ നിറയെ എന്ന് പറയുന്നത്. ഈ ഹാറൂത്ത് മാറൂത്തിന്റെ സംഭവം മാത്രമല്ല, തഫ്സീർ ജലാലയിലുള്ളത് മുഴുവൻ കെട്ടുകഥകളാണെന്ന് തന്നെ വാദിച്ചുകൊണ്ട് ന്യൂ അൻസാരി മാസികയിൽ ലേഖന പരമ്പര എഴുതിയിരുന്ന ആളാ അതിമോഡേണിസ്റ്റായ സി.എൻ. അഹമ്മദ് മൗലവി. സി.എൻ. അഹമ്മദ് മൗലവിക്ക് ശേഷം ഈ വാദവുമായി കടന്നു വന്നയാൾ ചേകനൂരാണ്. ഈ ചേകനൂരും സി.എൻ. അഹമ്മദ് മൗലവിയും വാദിച്ച ഇതേ വാദങ്ങളാണ് നമ്മുടെ തഫ്സീറുകളിൽ മുഴുവൻ കെട്ടുകഥകളാണെന്ന് ഹുദവിക്കുട്ടികൾ അതേ സ്ഥാപനങ്ങളുടെ പേരിൽ ആധികാരികമായി പുറത്തിറക്കുന്ന അവരുടെ ഉസ്താദുമാരും മറ്റുള്ളവരും അവതാരിക എഴുതുന്നതായ ഒരു വലിയ പുസ്തകത്തിൽ തഫ്സീറിനെ പറ്റി പഠിപ്പിക്കാൻ മാത്രം രേഖപ്പെട്ട പുസ്തകത്തിൽ കുറിക്കുന്നത്. ഇവര് നയിക്കാൻ പോകുന്ന സമസ്തയിലേക്കാണോ മഹല്ലുകൾ കൊടുക്കേണ്ടത്? ഈ ആശയാനുസരിച്ച് ജീവിക്കേണ്ടവരാണോ മഹല്ലിലെ അംഗങ്ങളൊക്കെ? അതനുസരിച്ച് ജീവിക്കുന്നവരെയാണോ ഖതീബും മുദരിസും ആക്കേണ്ടത്? ഇതൊന്നും ഞങ്ങൾ പറയാൻ പാടില്ല. ഇതൊക്കെ കുറേയധികം പറയാതിരിക്കുന്നത്, പേജുകളിൽ മാത്രം എഴുതിവിടുന്നത് സാധാരണക്കാരുടെ മുമ്പിലിട്ട് പ്രശ്നമാക്കാതെ തിരുത്തേണ്ടവർ തിരുത്തട്ടെ എന്ന് കരുതിയോ അതിരഹസ്യമായി ഞങ്ങൾ പലതും ചെയ്യുന്നുണ്ട് സഹോദരങ്ങളെ. എല്ലാം നാട്ടിലേക്ക് ഇറക്കിയിട്ട് ഫിത്ന ഉണ്ടാക്കുമായിരുന്നെങ്കിൽ അനേകം വിഷയങ്ങൾ അനേകം ഇവരുടെ നേതാക്കൾ പറഞ്ഞു വരുത്തിയത് ഞങ്ങൾക്ക് പറയാൻ ധാരാളം കിട്ടും. ഇതൊരു പ്രയാസമല്ല. ഇവിടെ അടുത്ത് തന്നെ എന്തൊക്കെയാ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട നമ്മുടെ നാടിന്റെ അടുത്ത് ഈ കുറ്റ്യാടിയിലൊക്കെ തന്നെ ഒന്ന് പ്രസംഗിച്ചു പോയത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ജലാലയിലുള്ള തെറ്റുകളാ അവർ പറയുന്നത്. ഇതൊക്കെ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ വരുന്നതാ. ആ കേന്ദ്രക്കാര് സി.എൻ. അഹമ്മദ് മൗലവിയും ചേകനൂരുമാണ് നാക്കായി പുറത്തു വന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം കേന്ദ്രങ്ങളുടെ വിശാലമായ തലങ്ങളിൽ ഒരുപാട് മണ്ടകളുണ്ട്. ആ മണ്ടകളിൽ നിന്ന് പ്രവഹിച്ച ഒരുപാട് വിദഗ്ധവാദങ്ങൾ കേരളത്തിൽ പലരുടെയും ശിരസ്സുകളിലൂടെ സിരകളിലൂടെ ഒഴുകുന്നുണ്ട്. അതിന് ചാൻസ് കിട്ടാത്തത് മഹത്തുക്കളായ ഉലമാക്കൾ, ധന്യരായ ഉലമാക്കൾ പ്രതിരോധം തീർത്തതുകൊണ്ടാണ്. ആ പ്രതിരോധത്തിന്റെ ഭാഗമാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമായിരുന്നുവെന്ന് ഞങ്ങൾ എഴുതേണ്ടതല്ല. ഞങ്ങൾ പറഞ്ഞാൽ അത് അഹങ്കാരമായി നിങ്ങൾ സാധാരണക്കാർ എഴുതും. പക്ഷേ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥി പഠിക്കും.